നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയാക്. നിന്റെ മക്കൾ ഒരിക്കലും നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാകൂല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ചോദിക്കുകയാണ്, സിറാജ് ഉസ്താദ്, ഞങ്ങളെ വിവാഹം കഴിഞ്ഞു കൊല്ലങ്ങളായി, ഞങ്ങളുടെ മക്കൾ വളർന്നല്ലോ, ഞങ്ങളുടെ മക്കളെ കെട്ടിക്കാറായല്ലോ, ഈ സമയത്ത് വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? പഠിച്ചവനെ, ഭർത്താവ് നിസ്കരിക്കാത്തവനാണ്, അല്ലാഹുവിനെ പേടിയില്ലാത്തവനാണ്, മോശമായ സ്വഭാവമുള്ളവനാണ്, വീടിന്റെ അകത്തിരുന്ന് കരയുന്ന ഉമ്മ, നിന്റെ ഭർത്താവ് നന്നാകണോ, നിന്റെ ഭാര്യ നന്നാകണോ? ഉസ്താദേ, കുത്തുവാക്കാണ്, പരിഹാസമാണ്, സീരിയലാണ്. പഠിച്ചവനെ, അവളെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, പരാജയപ്പെട്ടു പോയത് ഞാൻ അവിടെയാണ് ഉസ്താദേ. എന്റെ ഭാര്യയും നന്നായി കാണാൻ ആഗ്രഹമുണ്ട്. പഠിച്ചവനെ, മക്കളെ കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പഠിച്ചവനെ, പരിശുദ്ധമായ റമദാനില് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തില് തവാഫ് ചെയ്തിട്ട് മഖാം ഇബ്രാഹീമിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുകയാ. ഇബ്രാഹീമിന്റെ മുന്നില് പടച്ചവനെ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അടുക്കൽ സുജൂദിൽ കിടന്നൊരു പ്രായമുള്ള വാപ്പ കരയുകയാ. പടച്ചവനെ, സുജൂദിൽ കിടന്നിട്ടാണ് ദുആ ചെയ്യുന്നത്. മഖാം ഇബ്രാഹീമിന്റെ മുന്നില് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ മതാഫില് തലവെച്ച് കിടന്നിട്ട് ഉപ്പ കരയുകയാ. പടച്ചവനെ, മലയാളിയാണ്, എന്തേ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, എന്റെ മകന്റെ കള്ളുകുടി നിർത്തണേ അല്ലാ. ഒരുപാട് നേരം ആ പിതാവ് സുജൂദിൽ കിടന്ന് കരയുകയാ. ഇതുപോലെ മക്കളുടെ കക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്നവർ ആണും പെണ്ണും എത്രയോ പേരുണ്ട്. അവര് നന്നാകണ്ടേ ഉസ്താദേ? അവരൊക്കെ വളർന്നു പോയില്ലേ? ഇനി അവരെ നന്നാക്കാനുള്ള വഴി എന്താ? ഒരൊറ്റ വഴി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഇരിക്കണ പെണ്ണുങ്ങൾ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, സ്വർണം ഇട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള വേദന അവർക്കും അള്ളാഹുവിനും മാത്രമേ അറിയൂ. അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിലുമുണ്ട് സഹോദര, ചിരിച്ചും കളിച്ചും നടക്കും, പക്ഷേ മനസ്സിന്റെ വേദന ആരും പുറത്തു പറയാറില്ല, ആരും പുറത്ത് കാണിക്കാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാര് നന്നാകണോ, നിങ്ങളുടെ ഭർത്താക്കന്മാര് നന്നാകണോ, നിങ്ങളുടെ മക്കള് നന്നാകണോ? ഒരേ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നോ? ഇത്തിരി കഴിഞ്ഞു പോരെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാരും ചോദിക്കും, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടുന്നത്? എന്തിനാ ഉസ്താദെ കല്യാണം കഴിക്കുന്നത്? കുട്ടികളൊക്കെ ചോദിക്കുക, എന്തിനാ? ഈ പെൺപിള്ളേരൊക്കെ ചോദിക്കുക, എന്തിനാ ഉസ്താദെ? വാപ്പ, ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ല, എന്തിനാ എന്നെ പിടിച്ച് കെട്ടിക്കണേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് എന്താ പറഞ്ഞേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന്. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ പറയണേ? എന്നാണോ എന്റെ കല്യാണം കഴിഞ്ഞത് അന്നത്തോടുകൂടി എന്റെ സമാധാനം പോയെന്നാ നമ്മൾ പറയണം. എന്നാണോ വിവാഹം കഴിച്ചത് അന്നത്തോടുകൂടി നമ്മുടെ സമാധാനം പോയെന്നാ നമ്മൾ പറയുന്നത്. ഖുർആൻ പറയുന്നത് ഒരിക്കലും തെറ്റൂല. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കി. സ്റ്റേജിൽ ഇരിക്കുന്നവരെ പൊക്കിക്കോ. പെണ്ണുപിള്ള കാണുന്നുണ്ട്, പെണ്ണുപിള്ളമാര് കാണുന്നുണ്ട്. ചെല്ലുമ്പോ ചോദിക്കുക, എന്താ പൊക്കാൻ? ഞാൻ സെക്രട്ടറി ഉണ്ടല്ലോ. ഈ ഇരിക്കണ എത്ര പേര് കൈപൊക്കി? കൈപൊക്കിയില്ല. നിങ്ങളൊന്ന് കൈപൊക്കിക്ക. ഭർത്താവിനെ സ്വർഗത്തിൽ വേണമെന്ന്. സുബ്ഹാനല്ലാഹ്. എന്തേന്നറിയോ? ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലും ഉണ്ടോന്നാ ചോദിക്കണേ. ഈ സാധനത്തിന് ഇവിടെ തന്നെ പറ്റണില്ല, സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എന്തിനാണെന്നറിയോ?
ഈ ലോകത്ത് അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്തിനെന്നറിയും? കുടുംബജീവിതത്തിലാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമുക്കറിയണില്ല. എടോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അല്ലേ? എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടു. ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു ആദം നബിയെ സ്വർഗത്തിലേക്ക് കയറി വിട്ടു. സ്വർഗത്തിൽ കയറി ആദം നബി ഇങ്ങനെ നടക്കാം. സ്വർഗത്തിലൂടെ നടക്കണത്. അല്ലാഹുവേ പടച്ചവനെ, ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോ അല്ലാഹു ചോദിച്ചു, ആദവേ നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത? ഞാൻ നിനക്ക് സ്വർഗം തന്നിട്ട് പോലും നിനക്കൊരു സന്തോഷമില്ലല്ലോ. ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്തോ ഒരു കുറവുള്ളതുപോലെ. എന്തോ ഒരു കുറവുള്ളതുപോലെ പടച്ചവനെ, ഒരു സന്തോഷമില്ല. എന്തോ ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ എല്ലാം ക്ലിയർ ആയ. എവിടെ വെച്ചാ പറഞ്ഞേ? സ്വർഗത്തിൽ വെച്ച്. അപ്പൊ സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? ഏതാ സ്വർഗം? അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബിയാ പറഞ്ഞ, എനിക്ക് പടച്ചവൻ എന്തൊരു കുറവുള്ളതുപോലെ. അല്ല ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല പടച്ചവൻ. ഇവിടെ കുടുംബ ജീവിതമാണ് ഏറ്റവും കൂടുതൽ ആനന്ദമുള്ളത്. ഏറ്റവും കൂടുതൽ സുഖം കുടുംബ ജീവിതത്തിനാണ്. അതാണ് കുടുംബജീവിതം. നമുക്കറിയില്ല. നമ്മൾ തല്ലുവ കീരിയും പാമ്പിനെ പോലെ. കണ്ട ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആദ്യം മനസ്സിലാക്കേണ്ടത്, പെണ്ണുങ്ങൾ ഭർത്താവിനെ പഠിക്കണം. കുടുംബം കലക്കാമെന്ന ആളല്ല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കുറെ കാലമായിട്ട് ചങ്ങാതിയുടെ കൂടെ നടക്കുന്നില്ലേ, ഇതുവരെ തിരിഞ്ഞില്ലേ നിനക്ക് ഈ മനുഷ്യനെ? സുബ്ഹാനല്ലാഹ്. ഈ ആണുങ്ങളെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഭാര്യയെ പഠിക്കണം. ഇവർക്ക് ചില സ്വഭാവമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് സങ്കടം വരത്തില്ലെങ്കിൽ ഞാൻ പറയാം, കുഴപ്പമില്ലല്ലോ. ഇൽമല്ലേ? പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരാണിന്റെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. അല്ലേ? നിങ്ങൾ എന്താ എന്നെ നോക്കണം? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. നമ്മുടെയൊക്കെ ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. ഖിയാമത്ത് നാൾ വരെ നിൽക്കൂല. ആദ്യം അത് നീ പഠി. നീ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ വരയിൽ കയറി നിന്നോ, ഓള് നിൽക്കൂല. അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാണ്. കൂടുതൽ വളച്ചാലും പ്രശ്നമാണ്, നോക്കിയാലും പ്രശ്നമാണ്. വളയ്ക്കാൻ വേണ്ട, നോക്കാൻ വേണ്ട, ഇങ്ങനെ നിർത്തിക്കൊണ്ടുപോയാൽ മതി. ഇതാണ് പെണ്ണ്. അല്ലാതെ ആവശ്യമില്ലാതെ അതിന്റെ നെഞ്ചത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവങ്ങളുണ്ട്, പഠിച്ചോ. ഭർത്താവ് അറിയേണ്ടതാ. ഒരിക്കൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബോറടിക്കുന്നുണ്ടാ? ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ വരിക. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ നിൽക്കുന്നുണ്ട്. നബി തങ്ങളെ വീടിനകത്ത് കയറ്റാതെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ഇവിടുന്ന് കണ്ണൂര് വരെ പോയി, നിങ്ങൾ രാവിലെ പോയതാ. ഇവിടെ ഇങ്ങനെ പോയി വെയിലത്ത് കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഉച്ച സമയത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ പെണ്ണുമ്പുള്ള വീടിന്റെ വാതിലിൽ വെച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? സുബ്ഹാനല്ലാഹ്. ആ സാധു ചോദിച്ചത് മാത്രമേ കാണത്തുള്ളൂ, ബാക്കി എന്താ സംഭവിക്കാൻ? ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ നിങ്ങൾക്ക്, പിന്നെ ചോദിക്കില്ല. വീട്ടിൽ കിടക്കണ, കബറിൽ കിടക്കണ വാപ്പായ വരെ വിളിച്ചിറക്കി കളയും. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നബി തങ്ങൾ പറഞ്ഞു, നിന്നെയാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ ഭാര്യമാരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാ. വീടിനകത്ത് കേറിക്കോ നബി. അകത്തോട്ട് കയറി പിന്നെയും വിളിച്ചു. പിന്നെയും കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഈ ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? വല്ലാത്ത ചോദ്യം.
ഈ ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? പെണ്ണിനെ പഠിച്ചോണം കേട്ടോ. ചുമ്മാ നടന്നാ പോലെ ഇറച്ചിക്കോഴിയെ പോലെ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി ചോദ്യത്തിന്റെ ആഴം. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആയിഷ ബീവി കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. ഇതാണ് പെണ്ണ്. നീ ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് മണിയറ വരുമ്പോ നിന്റെ ഭാര്യയോട് പറയണ, ആയിഷ നിന്റെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടാ. അല്ലാഹുവേ, ഞാൻ ആ മനുഷ്യനെ എപ്പോഴും ഓർക്കാറുണ്ട്. നിന്റെ ഉമ്മ നല്ല സഹോദര സ്ത്രീയ നിന്റെ ഉമ്മ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഓള് കണ്ണീ കൂടെ പൊന്നീച്ച ഇറക്കുന്ന. എന്നാലോ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നമുക്ക് ചുമ്മാതെ പറയാം എന്റെ ഉപ്പാനെ നോക്കണം, എന്റെ ഉമ്മാനെ നോക്കണം. അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലടോ. അതങ്ങനെ അവൾക്ക് അവളുടെ ഉപ്പ, അവളുടെ ഉമ്മ. നിന്റെ വീട്ടിലൊരു കല്യാണത്തിന് വിളിച്ച ഓള് കറങ്ങി കറങ്ങി നിൽക്കും. കൂടപ്പുറപ്പിന്റെ കല്യാണത്തിന് 3 ദിവസം മുമ്പേ ഒരുങ്ങി റെഡിയായി നിൽക്കും. അതങ്ങനെ പെണ്ണ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പെണ്ണിനെ മനസ്സിലാക്കണം. പെണ്ണിന് ചില സ്വഭാവമുണ്ട്. പിന്നെ അടിയും വഴക്കും അതെല്ലായിടത്തും ഉണ്ട്. വഴക്കും ബഹളവും ഇല്ലാത്ത ഒന്നുമില്ല. ചട്ടിയും കലവുമാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്ത് ആയിഷ ബീവി കറിയും പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നീ നബിതങ്ങളുടെ വീട്ടില് ആയിഷ ബീവി ഇറച്ചിക്കറിയുടെ പാത്രം എതിലേക്കൂടെ പോയെന്ന് പോലും അറിയത്തില്ല, പൊട്ടിച്ചെതറി. ഉമർ തങ്ങളുണ്ടല്ലോ, ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും വരത്തില്ല. ഇബ്ലീസിന് പേടിയുള്ള ആളാ ഉമർ. ഉമർ, അല്ലാഹു പറഞ്ഞ ഉമർ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് വരത്തില്ല. ഇബ്ലീസ് പേടിക്കണമെങ്കിൽ ഉമർ ആരാ? ആ ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുമ്പോ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഞാൻ ഖലീഫയോട് പോയി പരാതി പറയാൻ പോകാന്ന് പറഞ്ഞൊരു ഭർത്താവ് ഉമർ തങ്ങളുടെ വീട്ടിൽ വന്ന് രാത്രി. ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നപ്പോ പടച്ചോനെ, ഉമർ തങ്ങളുടെ വീട്ടിൽ ബദർ-യുദ്ധം നടക്കുക. ഉമർ തങ്ങൾ വലിയ വഴക്ക് നടക്കുന്നു. ഭാര്യ ഉമർ തങ്ങളെ നിർത്തി പൊരിച്ചോണ്ടിരിക്കുക. പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പറയണ പോലെ ഈ സാധു മിണ്ടാതെ പോയി. ഉമർ തങ്ങൾ രാവിലെ, ഉമർ തങ്ങൾ കണ്ട് ഓൻ വന്നിട്ട് പോണേ. ഉമർ തങ്ങൾ രാവിലെ ചോദിച്ചു, നീ ഇന്നലെ എന്റെ വീട്ടിൽ വന്നില്ല, എന്തിനാ വന്നേ? ഒന്നുമില്ല ഉമർ തങ്ങളെ. എന്തിനാ വന്നേ? പറയടോ. ഞാൻ എന്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ പരാതി പറയാൻ വന്നതാ. അവിടത്തെ അവസ്ഥ കണ്ടപ്പോ എന്റെ ഭാര്യ തന്നെയാണ്. അതാ ജീവിതം. വഴക്കും ബഹളം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നീണ്ടുപോകരുത്. നമുക്കിടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം നീണ്ടുപോകുന്നു. വഴക്ക് കൂടണോ? ബെഡ്റൂമിന്റെ അകത്ത് കയറിയിട്ട് ബദർ-യുദ്ധം നടത്ത്. വെളിയിൽ ഇറങ്ങുമ്പോൾ തീരണം. വെളിയിൽ വെച്ചാണെങ്കിൽ ബെഡ്റൂമിന്റെ അകത്ത് കയറുമ്പോൾ തീരണം. 1 ദിവസത്തിൽ കൂടുതൽ, 2 ദിവസത്തിൽ കൂടുതൽ, 3 ദിവസത്തിൽ കൂടുതൽ പിണക്കം നീണ്ടുപോകരുത്. ഭാര്യ കരഞ്ഞ തീരണം സർവ്വഭാഷയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കുകൂടി, പിണങ്ങി. ഞാൻ നബിയുടെ കഥയാ പറയണേ. നബി തങ്ങളും ആയിഷ ബീവിയും വഴക്കുകൂടിയിട്ട് പിണങ്ങി. സാധാരണ 1 ദിവസമേ പിണങ്ങിയിരിക്കത്തുള്ളൂ. പക്ഷെ ഇത് ഇത്തിരി നീണ്ടുപോയി. രണ്ടുപേരും തമ്മിലുള്ള പിണക്ക് അങ്ങ് നീണ്ടു. മധ്യസ്ഥനായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, അബൂബക്കർ തങ്ങൾ വന്നു. അങ്ങനെയാണല്ലോ രണ്ടുപേരും പിണങ്ങിയ മധ്യസ്ഥൻ വാപ്പയാണ്, ഭാര്യയുടെ വാപ്പയുമാണ്, മുത്തുനബിയുടെ കൂട്ടുകാരനുമാണ്. അബൂബക്കർ തങ്ങൾ മധ്യസ്ഥ പറയാൻ വന്നു. അബൂബക്കർ തങ്ങൾ മധ്യസ്ഥ പറയാൻ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭർത്താക്കന്മാര് കേൾക്കണം കേട്ടോ, മധ്യസ്ഥയ്ക്ക് പോകുമ്പോ പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാരോട് പറയും മിണ്ടി പോകരുത്, നിങ്ങൾക്ക് മിണ്ട അവകാശമില്ല, ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കണം. ഇതാ നിയമം അല്ലേ? എങ്കിൽ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ നീ പറ, ആദ്യം നീ പറ, എന്താ നിന്റെ പ്രശ്നം? അതാ മുത്തുനബി. പെണ്ണിന് അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പറയണ നീയൊക്കെ പഠിക്ക്. നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ ആദ്യം, എന്താ പരാതി, പ്രശ്നം എന്താന്ന് നീ ആദ്യം പറ, പിന്നെ ഞാൻ പറയാം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ തുടങ്ങി. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മുന്നിൽ ഇരിക്കുന്നത് വാപ്പയാ, ഇപ്പുറത്തിരിക്കുന്നത് നബിയാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ പറയത്തില്ലേ, നിങ്ങൾ അങ്ങനെ കാണിച്ചു, നിങ്ങളൊക്കെ പറയാറില്ല അല്ലേ? ഇതുപോലെ ആയിഷ ബീവി എന്തോ ഒരു വാക്ക് പറഞ്ഞു, നബിയെ പറയാൻ പാടില്ലാത്തൊരു വാക്ക്, ചീത്തയൊന്നുമല്ല, എന്തോ അവിടുത്തെ ആ ഒരു മഹത്വത്തെ കുറയ്ക്കുന്ന രീതിയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു. പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ല. മുത്തി നബിയല്ലേ പറഞ്ഞു, എഴുന്നേറ്റിട്ട് കൊടുത്തു ആയിഷ ബീവിയുടെ മുഖത്ത്.
ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. പടച്ചവനെ, മധ്യസ്ഥ പറയാമെന്ന വാപ്പ മുത്തി നബിയുടെ മുന്നിയിട്ട് തല്ലി. ഇതിനെക്കാളും വലിയ സങ്കടമുണ്ടോ? ആയിഷ ബീവി അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. നബിതങ്ങൾ പിണങ്ങി നിൽക്കുക. 3 ദിവസമായിട്ട് പിടിയിട്ടില്ല. 3-ാമത്തെ ദിവസം ഭാര്യയെടുത്ത് പിണങ്ങി നിൽക്കുകയാ. ആയിഷ ബീവി കരയുന്നത് കണ്ടപ്പോ ഓടി വന്നിട്ട് ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് തുടച്ചു. പിണക്കൊക്കെ തീർന്നു. എന്നിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്ന മധ്യസ്ഥ പറയണം. എന്റെ ഭാര്യയെ തല്ലാൻ നിനക്ക് ആരാ അവകാശം തന്നെ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇതാണ് കുടുംബജീവിതം. ഇത്രയുള്ള സഹോദര സഹോദരി. പക്ഷേ എന്ത് ചെയ്യാൻ? നമ്മുടെ ജീവിതം പോയി. നമ്മൾ അഭിനയിക്കുകയാ പലരും. വല്ല സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ അവാർഡ് കിട്ടിയേനെ നിങ്ങൾക്ക്. എല്ലാരും അഭിനയം അള്ളാഹു തന്ന ആയുസ് അഭിനയിച്ച് തീർക്കുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്നു. ഇത്രയുള്ള സഹോദര. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ ആനന്ദം കുടുംബജീവിതത്തിലെ സുഖമം. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താക്കന്മാരോട് പറയുന്നു, സമാധാനമുള്ള ജീവിതം കിട്ടണം. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഈ കാണുന്ന സാധനമാണ് കുടുംബജീവിതത്തിലെ ഒന്നാമത്തെ പ്രശ്നം. ഞാൻ പറയുന്നത്, ഇതിന്റെയൊക്കെ ലോക്ക് കാണണം. പടച്ചവനെ, വലിയ വലിയ സ്വർണം വെക്കണ ലോക്കറിൽ പോലും ഇത്രയും ലോക്ക് കാണൂല. ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്കും കൊടുക്കൂല, ഭാര്യയുടെ ഫോൺ ഭർത്താവിനും കൊടുക്കൂല. കയറണമെങ്കിൽ 1, ഗാലറി കയറണമെങ്കിൽ 2, വാട്സപ്പിൽ കയറണമെങ്കിൽ 3, പിന്നെ പേഴ്സണൽ. നിനക്ക് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ ഭർത്താവ് നിന്റെ കയ്യിൽ ഫോണ് തരാത്തത്? കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു കുടുംബ വഴക്ക് മസ്ലഹത്ത് വന്നു. അപ്പൊ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന ഫോണായാ മതിയായിരുന്നു ഉസ്താദ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്? ബാത്റൂമിൽ പോകുമ്പോഴും അതുകൊണ്ടാണ് നടക്കുന്നത്. ശരിയല്ലേ? നിന്റെ ഇക്ക കക്കൂസിൽ പോകുമ്പോഴും ഇതും കൊണ്ടല്ലേ ഫോൺ? അതാ ലോക്ക്. നീയും ലോക്കല്ലേ? നിന്റെ ലോക്ക് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ലോക്കാണ്. പാവപ്പെട്ടവൻ ഇങ്ങനെ ഇതാണ് നമ്മുടെ ലോക്കുകളാണ് നമ്മുടെ ജീവിതം. ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വൈകുന്നേരം വീട്ടിലേക്ക് കയറി പോകുമ്പോ നീ എത്ര മണിക്ക് വേണമെങ്കിലും പൊക്കോ, കുഴപ്പമില്ല. ഇനി പാതിരാത്രി 10 മണിക്കാണ് നീ വീട്ടിൽ കയറി പോകുന്നതെങ്കിലും വീട്ടിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് ഫോൺ വിളിക്കാനുള്ളവരെയൊക്കെ ഗേറ്റിന്റെ വെളിയിൽ വെച്ച് വിളിച്ചോണം. വിളിക്കാനുള്ള ആൾക്കാരെ മുഴുവനും നീ ഗേറ്റിന്റെ വെളിയിൽ നിന്ന് നിന്റെ ഒടുക്കത്തെ വിളിച്ചോ, എത്ര മണിങ്കിലും വിളിച്ചോ. അങ്ങനത്തെ വിളിയാ ചിലത്. വിളിച്ച് തീർത്ത് വീടിന്റെ ഗേറ്റ് കയറുമ്പോ ഈ സാധനം ഓഫാക്കി വെക്കണം. ഇത് ഓഫാക്കി വെച്ചിട്ട് വീട്ടിൽ കയറി ചെന്ന് വാതിൽ തുറക്കുന്ന ഭാര്യയെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ചോദിക്കണം, നീ വല്ലതും കഴിച്ചോടി? വീട്ടിൽ വിളിച്ചോ? സുഖമാണോ നിനക്ക്? ഒരു 5 മിനിറ്റ് ആ പാവത്തിന്റെ കൂടെ ഒന്നിരുന്ന് സംസാരിക്കും. ആ പെണ്ണിന്റെ കൂടെ നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യയുടെ കൂടെ ഒരു 5 മിനിറ്റ് നീ ഇരുന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി മുഴുവനും നീ ഇത് കുത്തിക്കൊണ്ടിരുന്നാലും അവളൊന്നും പറയൂല. ഇതങ്ങനല്ല. കേറി വരുമ്പോഴേ ഇങ്ങനെ പോണേ. അത് താഴെ വെക്കാറില്ല. തിന്നുമ്പോഴും ഉറങ്ങുമ്പോഴും കടക്കുമ്പോഴും ബാത്റൂമിൽ കയറുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഫോൺ. ഇങ്ങനെ ഒരു ജന്മം വീട്ടിലുണ്ടെന്നുള്ള ബോധം പോലും എനിക്ക് നിങ്ങൾക്ക് ഇല്ലല്ലോ. അവൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നിനക്ക് വേണ്ടി. വാപ്പയും അമ്മയും കുടുംബവും കൂടപ്പുറപ്പും നാടും വിട്ട് നിന്റെ വീട്ടിൽ വന്ന് കഴിയുന്ന ആ സാധുവിനെ കണ്ണുനീര് കുടിപ്പിച്ച രക്ഷപ്പെടുവോ സഹോദര? അവൾ ആദ്യം നീ മനസ്സിലാക്കുക, നീ ആദരിക്കുക. ഒരു മനുഷ്യ ജന്മമാണെന്നുള്ള പരിഗണനയെങ്കിലും ഭർത്താക്കന്മാര് കൊടുക്കും. അത് കൊടുക്കില്ലല്ലോ. അപ്പൊ ഭർത്താക്കന്മാര് ചോദിക്കും, ഉസ്താദേ ഇത്രയൊക്കെ വേണോ? ഇത്രയൊക്കെ പെണ്ണുങ്ങളെ പൊക്കണോ? ഉള്ളത് പറയണമല്ലോ. സീരിയലിന്റെ മുന്നിലിരുന്നാൽ ഭർത്താവിന് പച്ചവെള്ളം പോലും കൊടുക്കാത്ത ചില താത്തമാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. വഴുത് കേൾക്കുന്നത് നല്ലതാ, ഉസ്താദന്മാരുടെ പ്രഭാഷണം കേൾക്കുന്നത് നല്ലതാ. ഇന്ന് മൊത്തം ഓൺലൈനാ. എല്ലാ ഉസ്താദന്മാരുടെയും പ്രഭാഷണങ്ങളും ദുആയും ലൈവ. നല്ല കാര്യമാണ്, ഞാൻ പറയണില്ല. പക്ഷെ നീ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്നിരിക്കുമ്പോ ഇത് ദുനിയാവിലെ സ്വർഗമാണെന്ന് നിനക്ക് ബോധമുണ്ട്. നീ ഇവിടെ ഇരിക്കുന്നത് തലമറച്ച് ഔറത്ത് മറച്ച് അള്ളാഹുവെ അനുസരണയോടുകൂടി ഇരിക്കുന്നു. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ രാവിലെ അടുക്കളയിൽ വലിയ വഴുത് കേൾക്കുന്നുണ്ട്. ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്. താത്ത അവിടെ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്.
ഇങ്ങനെ ആയിപ്പോയി കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാ, നമ്മളൊക്കെ യാസീൻ ഓതുമല്ലോ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ ദുനിയാവിലെ നല്ലതുപോലെ ജീവിച്ചാൽ ഭാര്യയും ഭർത്താവും തന്റെ മക്കളോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലാഹനെ ഭയന്ന് ജീവിച്ചാ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ നാട്ടിലെ ചില പെണ്ണുങ്ങൾ അവരുടെ മക്കളും അവരുടെ ഭർത്താവും കുടുംബസമേതം ചാരികസേരയിലിരുന്ന് സുഖിക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ചാരികസേരയ്ക്കകത്ത് ഊഞ്ഞാലിന്റെ അകത്തിരുന്ന് സുഖിക്കുകയാണ്. ചുറ്റുഭാഗത്ത് ഖാദിമീങ്ങൾ നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ വരുന്നവർ മുഴുവനും പറയുന്നു സലാം സലാം സലാം. എല്ലാവരും നിങ്ങളോട് സലാം പറയുകയാ. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്നവർ മുഴുവനും നിങ്ങളോട് സലാം പറയുന്നു. അന്ന് പടച്ചവനെ, ഈ നാട്ടിലെ പെണ്ണുങ്ങൾ നിന്നോട് ചോദിക്കും, ആമിന, ആയിഷ, നിങ്ങൾ ദുനിയാവിലും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച്. ചെറുപ്പക്കാരാ, ഈ നാട്ടുകാരൻ നാളെ സ്വർഗത്തിൽ വെച്ച് നിന്നെയും നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും കാണുമ്പോ അവര് ചോദിക്കും, ദുനിയാവിലും ഒരുമിച്ച് ഇവിടെയും ഒരുമിച്ച് നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്നല്ലോ, എല്ലാരും നിങ്ങളെ ആദരിക്കുന്നല്ലോ. എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടിയത്? ആ സമയത്ത് ആമിന, നീ അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാ, 4 കാര്യങ്ങൾ ചെയ്തതിന് അല്ലാഹ് ഞങ്ങൾക്ക് തന്ന പ്രതിഫലവാ. ഈ പറയുന്ന 4 നന്മകൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കുടുംബസമേതം കേറുകയാ. നാളെ കുടുംബസമേതം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇരുന്ന് സുഖിക്കാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കുടുംബജീവിതം കളിയല്ല. ഭാര്യയും ഭർത്താവും അഭിനയം നിർത്തിയിട്ടും അല്ലാഹുവേ സ്നേഹിക്കാൻ തുടങ്ങ്. ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കട്ടെ. ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കട്ടെ. എടോ ഭർത്താവേ, വഴുതി കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരുമിച്ച് പോകുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ, നിന്റെ ഭാര്യയുടെ കയ്യിൽ മക്കളെ കാണാനല്ല, നാട്ടുകാര് കാണാനല്ല, നിന്റെ ഭാര്യയുടെ കയ്യിൽ നീ സ്നേഹത്തോടെ ഒന്ന് പിടിച്ചാ അല്ലാഹു നിങ്ങളുടെ 2 പേരുടെയും പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയുകയാ, മടിയല്ലേ പെങ്ങള്, ഈ മുടിയൊക്കെ നരച്ചു പോയ, ഗ്ലാമർ നഷ്ടപ്പെട്ടു പോയ ഭർത്താവിനെ നോക്കിയൊന്ന് ചിരിക്കാൻ നിനക്കും മടിയല്ലേ? ആ ചിരി വെറുതെയല്ല, ആ ചിരി വെറുതെയല്ല, നിനക്കതിൽ രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോട് പറയുകയാ, ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ചാൽ മതി, നിങ്ങളുടെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു പാപം പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പിടിക്കുക? പടച്ചവനെ, നിനക്ക് 50 വയസ്സ്, നിനക്ക് 55 വയസ്സ്, അവർക്ക് 50 വയസ്സ്, കിളവനും കിളവിയായി, പ്രായമായി, മുടിയൊക്കെ നരച്ചു. നീ കിടക്കുന്നത് ഒരു റൂമില്, ആമിന കിടക്കുന്നത് അടുത്ത റൂമിൽ. ഭാര്യയും ഭർത്താവുക, നിങ്ങൾ ഭാര്യയും ഭർത്താവുക. പക്ഷെ പ്രായമായപ്പോ നീ ഒരു റൂമില്, നീ ഒരു റൂമില്. ആമിന ആമിന ഒരുമിച്ച് എന്താ പറയണേ? മക്കളെന്താ മലക്കുകൾ? അവരുടെ കെട്ടിപ്പിനോട് കിടക്കുന്നില്ലേ? നിന്റെ മോളും നിന്റെ മോനും സുഖിക്കുന്നില്ല, പിന്നെ നിനക്കെന്താ? നീ ആരോടാ? മക്കളുടെ കൂടെ പോയി കിടക്കണ്ടേ? ഭർത്താവ് എന്ന് പറഞ്ഞൊരു മനുഷ്യനില്ലേ നിനക്ക്? എന്തേ അയാളുടെ കൂടെ കിടന്നാ നിനക്ക്? പാപ്പ പിന്നെ വലിയ മഹാന, അവള് പാപം കിളവി, പ്രായമായില്ലേ, മുടിയൊക്കെ നരച്ചപ്പോ നിനക്ക് വേണ്ട, നീ വേറെ നോക്കി നടക്കാം. 2ാമത് ഘട്ട. നീ അപ്പൊ പെണ്ണ് കെട്ടിയത് എന്തിനാ? വികാരം തീർക്കാൻ വേണ്ടി മാത്രം.
ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം സഹോദരായി. 18ാമത്തെ വയസ്സിൽ ഒരുമിച്ച് കിടക്കുന്നല്ല, 25ാമത്തെ വയസ്സിൽ ഒരുമിച്ച് കിടക്കുന്നതിൽ കാര്യമില്ല. മരിക്കുന്ന കാലം വരെ പ്രായമാകുമ്പോഴല്ലേ നിങ്ങൾ ഒരുമിച്ച് കിടക്കണ്ടേ. ഭാര്യയും ഭർത്താവും താങ്ങും തണലുമാകേണ്ടത് അപ്പോഴാ. സ്നേഹം വേണ്ടേ അതിന്? നിങ്ങൾക്കറിയോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അവർക്ക് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവേ പ്രവാചകൻ ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ നബിക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. സുബ്ഹാനല്ലാഹ്. ഖദീജ ബീവിക്ക് 40 വയസ്സ്, രണ്ടുപേരും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസം. അല്ലാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീവിയും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസം. നിങ്ങൾക്കറിയോ നബിതങ്ങള് കരയുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ എന്ന് പറഞ്ഞ ജീവന. ഖദീജ എന്ന് പറഞ്ഞാൽ തന്നെ നബി കരയും. തന്റെ വീട്ടിൽ ആരെങ്കിലും അല്പം ഇറച്ചിക്കറി കൊണ്ടുവന്നു കൊടുത്ത അതിലെ ഒരു വിഹിതം ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുക്കുമായിരുന്നു. അത്രയ്ക്കും സ്നേഹം. ഒരിക്കൽ ആയിഷാ ബീവി റളിയല്ലാഹു നബി എപ്പോഴും ഖദീജയെ കുറിച്ച്, എന്റെ ഖദീജ അങ്ങനെ, എന്റെ ഖദീജ ഇങ്ങനെ ചെയ്യും, നബി എപ്പോഴും പറയും ഖദീജയെ കുറിച്ച്. ഒരിക്കൽ സഹി കെട്ടിട്ട് എന്തു പറഞ്ഞാല് ഖദീജ ബീവിയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആലയ്ക്ക് സഹിച്ചില്ല. എന്റെ നബിയെ ഈ കിളവിയോട് ഇത്ര സ്നേഹം? ആയിഷാ ബീവി ചോദിച്ചു, നിനക്ക് വേറെ ഭാര്യമാരൊന്നുമില്ല, എന്തു ഈ ഖദീജ കിളവിയോട് ഇത്ര സ്നേഹമെന്താ? റസൂലുള്ളാഹി തങ്ങള് കരയാ സഹോദര. മുത്തി നബി കരഞ്ഞെന്തിനെന്നറിയോ? എന്റെ ഖദീജയെ നീ കിളവി എന്ന് വിളിച്ചില്ലേ, എന്റെ ഖദീജയെ നീ കിളവി എന്ന് വിളിച്ചില്ല. സഹിച്ചില്ല നബിക്ക്. നബി തങ്ങൾ പറയാ, എന്റെ നീയൊക്കെ എത്ര പറഞ്ഞാലും എന്റെ ഖദീജയെ പോലെ ആകില്ല. അത്രയ്ക്കും സ്നേഹവാ. നിങ്ങൾക്കറിയോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം മരണപ്പെടുമ്പോ പടച്ചവനെ പ്രായം ചെന്ന ഉമ്മയാ ഖദീജ ബീബി. പ്രായം ചെന്ന ഉമ്മ, നബിയെക്കാളും 15 വയസ്സ് കൂടുതൽ. പടച്ചവനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീബി കുളിച്ചു ഒരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് വാതിലിൽ നിൽക്കുന്നുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു തആല കുളിച്ചൊരുങ്ങിയിട്ട് നീയൊക്കെ ചിന്തിക്കേണ്ട എന്തെന്നറിയോ? നിങ്ങളെ പഠിക്കണം നിങ്ങളൊക്കെ. ഖദീജ ബീബിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല. ഖദീജ ബീബി റളിയല്ലാഹു തആലയ്ക്ക് അല്ലാഹു ലോകത്ത് കൊടുക്കുന്ന ഒരു പെണ്ണിനും കിട്ടൂല പ്രതിഫലം. അത്രയ്ക്കും വലിയ ഭാഗ്യം ചെയ്തവൾ, അല്ലാഹു സലാം പറഞ്ഞവൾ ഖദീജ. അല്ലാഹു സലാം പറഞ്ഞില്ലേ? നബി തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ജിബ്രീൽ എന്തേ നബിയെ ഖദീജ? ഖദീജ ഇല്ല ജിബ്രീലെ. എന്തേ ജിബ്രീലെ? ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയെ ഖദീജ വരുമ്പോ പറയണം അല്ലാഹു സലാം പറഞ്ഞ. അല്ലാഹു സലാം പറഞ്ഞ പെണ്ണാ ഖദീജ. ഒരു സിനിമാ ഗാനം ഇറങ്ങുമ്പോ തീരുന്നതല്ലത്. നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാതെ പാടിക്കളിക്കുന്നല്ലോ ഖദീജ ബീവിയെ കുറിച്ച്. അല്ലാഹു സലാം പറഞ്ഞവൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ ഇങ്ങനെ കാത്തു നിൽക്കാൻ നബി തങ്ങൾ പോലും ചിന്തിച്ച് ഇന്ന് എന്ത് പറ്റിയെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. ഖദീജ ചിരിക്കണ മുഖത്തോടെ വിളിച്ചിരുത്തിയിട്ട് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ, നബിയെ ഞാൻ അവിടുത്തെ മടിയിലൊന്ന് കിടന്നോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ മടിയിൽ പിടിച്ച് കിടത്തി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ തങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ പോവാ നബിയെ, ഞാൻ പോവുകയാണ് നബിയെ. 25 കൊല്ലമായി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. 25 വർഷമായി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, 25 വർഷമായി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ വാപുത്തി പിടിക്കുകയാ. പറയല്ലേ ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കുകയാ
പറയുകയാണോ? എന്നോട് നീ യാത്ര പറയുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് താങ്ങാൻ കഴിയുന്നില്ല. ആരാ ഖദീജ എന്നറിയോ? ഈ പൊരുത്തം ചോദിച്ച ഖദീജ ആരെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് അല്ലാഹു ഒരു മുത്തിന്റെ കൊട്ടാരം ഖദീജയ്ക്ക് വേണ്ടി പണിത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ പെങ്ങളെ? എന്തിനാണെന്നറിയോ പെങ്ങളെ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് നബിയെക്കാളും 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ഒരിക്കൽ പോലും മുത്തി നബിയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ സംസാരിച്ചിട്ടില്ല. അതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ, അതിനു പകരം അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്ക്. അയൽവാസികൾ പോലും കേൾക്കുന്ന രീതിയിൽ വീടിന്റെ അകത്ത് കിടന്ന് ബഹളം വെക്കുന്ന പെങ്ങളെ ചിന്തിക്കു പൊന്നുമോളെ. നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് എന്തു പറയുമെന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പൊരുത്തം ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ഇല്ല ഖദീജ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, യാത്ര പറയല്ലേ ഖദീജ, പോകുകയാണോ ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു തആല ആ പ്രായം ചെന്ന ഖദീജ ഉണ്ടല്ലോ, ചാടി എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കുകയാ. എന്റെ ഭർത്താവിന്റെ പൊരുത്തം എനിക്ക് കിട്ടിയല്ലോ, എന്റെ ഭർത്താവിനൊരു പരാതിയുമില്ലല്ലോ. അവിടുന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് ആ പ്രായം ചെന്ന ഉമ്മയുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ ചെവിയിൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുവോ യാ റസൂലല്ലാഹ്? എന്തേ ഖദീജ, എന്തേ ഖദീജ? മുത്തി നബിയേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, വേറെ ആരും കുളിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ. ഒരാൾ പോലും എന്റെ ശരീരം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ നബിയേ, കുളിപ്പിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. പ്രവാചകൻ അവിടുന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കഫം പൊതിയുമ്പോ 3 കഷ്ടം വെള്ള തുണിയിൽ എന്റെ ജനാസ പൊതിയുമ്പോ അങ്ങ് പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, നമ്മള് കിടക്കുമ്പോ പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ, അങ്ങ എന്റെ കൂടെ വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പ് വെച്ച് എന്റെ ജനാസ പൊതിയണം നബിയേ. റസൂലുള്ളാഹി തങ്ങൾ സമ്മതിക്കുകയാണ്. 3ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് ഖബറിനകത്തിറക്കുമ്പോ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ, 6 അടി മണ്ണിനകത്തേക്ക് എന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ അങ്ങ് വേണം എന്റെ മയ്യത്ത് മണ്ണിൽ വെക്കാൻ, അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഖബറിലിറക്കാൻ, അങ്ങ് വേണം എന്റെ തുണിയടിക്കാൻ, അങ്ങ് വേണം എനിക്ക് മണ്ണ് വാരി വെക്കാൻ, അങ്ങ് വേണം എന്റെ തലക്കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കാൻ. ഈ 3 ആഗ്രഹമല്ലാതെ ഒന്നുമില്ല നബിയേ. പടച്ചവനെ, ഖദീജ ബീവി റളിയല്ലാഹു തആല
തആല അൻഹയുടെ ആഗ്രഹമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഖദീജ ബീവി വഫാത്ത് മരണപ്പെടുകയാണ്. ഖദീജ ബീവി മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാ. അവിടുന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാ. അല്ലാഹുവിന്റെ റസൂലാ മയ്യത്ത് കുളിപ്പിച്ചത്. പടച്ചവനെ ജനാസ പൊതിയുമ്പോ ശരീരത്ത് കിടക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുകയാ. തന്റെ ഭാര്യയോട് തൈമല്ലാത്ത സ്നേഹമാ. കഫം തുണിക്കകത്ത് അവിടുന്ന് ജനാസ പൊതിയുന്ന സമയത്ത് പുതപ്പ് വെക്കുകയാണ്. പടച്ചവരെ റസൂലുള്ളാഹി തങ്ങളെ ഖബറിനകത്തിറങ്ങി. റസൂലുള്ളാഹി തങ്ങളെ ഖബറിനകത്തിറങ്ങി ഖദീജ ബീവിയുടെ ജനാസ ഇറക്കി വെക്കുകയാ. അവിടുത്തെ കഫം തുണിയതാഴിക്കുമ്പോ മയ്യത്ത് ഖബറിനകത്ത് വെക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ടടത്തിൽ നിന്ന് കണ്ണുനീര് ഒഴുകുകയാ. പടച്ചവനെ മുത്തുനബിയാ 3 വസിയത്തുകളും ചെയ്തു കൊടുക്കുകയാണ്. അവിടുന്ന് തീർന്നില്ല. പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് തീർന്നില്ല മനുഷ്യ. മരിക്കുന്നത് വരെ ഖദീജയുടെ പേര് പറഞ്ഞാൽ, ഖദീജ ബീവിയുടെ പേര് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരയുമായിരുന്നു. എന്തൊരു സ്നേഹമെന്നറിയോ, എന്തൊരു സ്നേഹമെന്നറിയോ. ഖദീജ ബീവിയെ കിളവിയെന്ന് ആയിഷ ബീവി വിളിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ തേങ്ങിക്കരയുകയാ. ഏ മനുഷ്യ, നിന്റെ ഭാര്യ, നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കുടുംബക്കാരും ഈ പാവപ്പെട്ടവളെ എന്തൊക്കെ പറഞ്ഞാലും നിനക്കൊരു വേദനയുണ്ടോ? നിനക്കൊരു വിഷമമുണ്ടോ? അയൽവാസികളായ പെണ്ണുങ്ങൾ മുഴുവനും ഒരുമിച്ചിരുന്നിട്ട് പാവപ്പെട്ട നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് നിന്റെ ഭർത്താവിനെ എന്തൊക്കെ പറയുന്നു പെങ്ങളെ. അല്ലാഹുവേ, ഇങ്ങനെ പറയരുതെന്ന് പറയുന്നത് പോയിട്ട് മനസ്സിന്റെ ഉള്ളിലെങ്കിലും നിനക്കൊരു വിഷമമുണ്ടോ? ഒരു വേദനയുണ്ടോ? സ്നേഹം വേണമല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. എപ്പോഴാ ജീവിതം അവസാനിക്കുന്നതെന്നറിയില്ല. എപ്പോഴാ മനുഷ്യൻ മരിക്കുന്നതെന്നറിയില്ല. ഒന്ന് പൊരുത്തം ചോദിക്കാൻ പോലും സമയം കിട്ടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു തന്ന ജീവിതം ഇങ്ങനെ നശിപ്പിക്കാതെ, ഉരുകി ഉരുകി ജീവിതം ഇങ്ങനെ ഉരുക്കി കളയാതെ സ്നേഹിക്കു മുസ്ലിമേ, ആസ്വദിക്കു മുസ്ലിമേ, അല്ലാഹനെ പേടിച്ച് ജീവിക്കു മുസ്ലിമേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാണ്. അല്ലാഹുവേ, മക്കളോടുള്ള ബാധ്യതകൾ പാലിച്ച മാതാപിതാക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാഹ്.